പകുതിവില തട്ടിപ്പിൽ കുറ്റം സമ്മതിച്ച് മുഖ്യപ്രതി അനന്തു കൃഷ്ണൻ NGO കോൺഫെഡറേഷൻ സ്ഥാപക ചെയർമാൻ കെ എൻ ആനന്ദകുമാറിന് 2 കോടി രൂപ നൽകിയെന്ന് പോലീസിന് മൊഴി നൽകി. ഇത് തെളിയിക്കുന്ന ബാങ്ക് രേഖകൾ പോലീസ് ശേഖരിച്ചു. ബെനാമി ആരോപണത്തിൽ ആനന്ദകുമാറിനെ ഉടൻ ചോദ്യം ചെയ്തേക്കും. അലി അക്ബർ ഷാ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അലി അക്ബർ ഷാ, വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളാണ് ഈ അനന്തു കൃഷ്ണൻ നടത്തിയിരിക്കുന്നതല്ലേ? ആനന്ദകുമാർ പെടാനാണോ സാധ്യത? ഗുഡ് ഈവനിങ് അരുൺ. ഈ പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതി അനന്തു കൃഷ്ണനെ ഇന്ന് മൂവാറ്റുപുഴ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിലാണ് തട്ടിപ്പിന്റെ വിവരങ്ങളെല്ലാം അനന്തു കൃഷ്ണൻ പോലീസിന് മുന്നിൽ വിവരിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലെ ഫണ്ട് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ്. അനന്തു കൃഷ്ണൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് ആനന്ദകുമാറിന് 2 കോടി രൂപയാണ് അനന്തു കൃഷ്ണൻ നൽകിയിരിക്കുന്നത്. 2 കോടിയാണ് ആനന്ദകുമാർ കൈപ്പറ്റിയിരിക്കുന്നത്. അതുപോലെ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇടപാട് എന്ത് എന്നതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. ലാലി വിൻസെന്റിന് 46 ലക്ഷം രൂപ അനന്തു കൃഷ്ണൻ കൈമാറിയിട്ടുണ്ട്, അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് അനന്തു കൃഷ്ണന്റെ അക്കൗണ്ട് വഴി തന്നെയാണ്. ഇതിന് പുറമെ 1.5 കോടി രൂപയാണ് ലക്ഷറി വാഹനം വാങ്ങാനും മറ്റ് ചെലവുകൾക്കുമായി അനന്തു കൃഷ്ണൻ ചിലവാക്കിയിരിക്കുന്നത്. അതുപോലെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 5 സ്ഥലങ്ങളിൽ അനന്തു കൃഷ്ണൻ ഭൂമി വാങ്ങിയിട്ടുണ്ട്. അതിൽ മുട്ടത്ത് 85 ലക്ഷം രൂപയ്ക്ക് 50 സെന്റ് ഭൂമിയും കുടയത്തൂരിൽ 2 സ്ഥലങ്ങളിലായി 40 ലക്ഷം രൂപയ്ക്കും സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റു പല സ്ഥലങ്ങളിലും ഭൂമി വാങ്ങിയിട്ടുമുണ്ട്. നിലവിൽ ഭൂമി വാങ്ങാനായി അഡ്വാൻസ് നൽകിയിട്ടുമുണ്ട്. ഇതിനെല്ലാം പുറമെ മൂവാറ്റുപുഴയിലെയും ഇടുക്കി, എറണാകുളം ജില്ലകളിലെയും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടി ഭേദമില്ലാതെ നേതാക്കൾ എല്ലാവരും തന്നെ അനന്തുവിന്റെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാം തന്നെ ബാങ്ക് രേഖകൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇതുമായി ബാങ്ക് രേഖകൾ അടക്കമാണ് ലഭിച്ചിരിക്കുന്നത്. 2 കോടി രൂപയാണ് ആനന്ദകുമാർ കൈപ്പറ്റിയിരിക്കുന്നതെന്നാണ് അനന്തു കൃഷ്ണൻ പറയുന്നത്. 46 ലക്ഷം രൂപ കോൺഗ്രസ് നേതാവും അഭിഭാഷകയുമായ ലാലി വിൻസെന്റിനും നൽകിയിട്ടുണ്ട് എന്നാണ്.